തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിനെത്തിയപ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങളെ പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും ഒരുപാട് ആഘോഷിച്ച ഒന്ന് തന്നെയായിരുന്നു. എന്തിന് വിജയുടെ പാർട്ടി കേരളത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണ പിന്തുണ വിജയ്ക്ക് ഒപ്പമുണ്ടാകുമെന്ന് ഒരുപാട് പേരാണ് അന്ന് മാധ്യമങ്ങൾ സർവേ നടത്തിയപ്പോൾ പറഞ്ഞത്. അതേസമയം വിജയ് മുഖ്യമന്ത്രിയായപ്പോൾ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ കേരളത്തിന് അനുകൂലമായ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും എന്ന തരത്തിൽ ഒരുപാട് പേർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അതിനാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടി തന്നെ നേരിട്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കേരളത്തിനെതിരെ കടുത്ത നിലപാടുമായി ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ദളപതി വിജയ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഒരു ഡാം നിർമ്മിക്കാൻ കേരളം നിരന്തരം ശ്രമിക്കുകയാണ്. എന്നാൽ യാതൊരു കാരണവശാലും പുതിയ ഡാം അനുവദിക്കില്ല എന്നാണ് വിജയ് സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം. ഇത് പലരെയും നിരാശപ്പെടുത്തിയിരിക്കുക തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയണം. പുതിയ ഡാം നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമങ്ങളെ തമിഴ്നാട് ശക്തിയായി എതിർക്കുമെന്നും നിലവിലെ ഡാമിന്റെ സുരക്ഷ ഉറപ്പാക്കി മുന്നോട്ടു പോകുമെന്നുമാണ് ഇപ്പോൾ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള ജനതയുടെ ജീവന്റെ സുരക്ഷ മുൻനിർത്തി പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് വിജയ് സർക്കാർ അധികാരമേറ്റപ്പോൾ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലുള്ള മുഖ്യമന്ത്രി വിജയുടെ ഈ തീരുമാനത്തെക്കുറിച്ച് മലയാളികളായ ഒരുപാട് പേരാണ് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. വിജയിൽ നിന്നും ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.